കെയർ ഓഫ് പേഷ്യൻസ് NABH വളരെ വിശാലമായൊരു ചാപ്റ്ററാണ്. നമുക്കറിയാം എത്ര ഡിസ്കഷൻസാണ് നമ്മളിവിടെ നടത്തിയതല്ലേ. വളരെ വിശദമായി പേഷ്യൻസ് കെയറിനെ കുറിച്ച് നമ്മൾ കണ്ടുവരികയാണ്. ഇതിൻ്റെ പകുതി കഴിഞ്ഞ് നമ്മൾ 12ാമത്തെ സ്റ്റാൻഡേർഡിലേക്ക് വന്ന് ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ ശ്രദ്ധയെ വല്ലാതെ ആകർഷിക്കുന്ന ഒരു സ്റ്റാൻഡേർഡാണ്. COP12. അത് നമ്മളുടെ സർജിക്കൽ പ്രൊസീജിയറുകൾക്ക് ഉപയോഗിക്കുന്ന അനസ്തേഷ്യ അല്ലാതെ പ്രൊസീജിയർ സെഡേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന, നമ്മൾ വളരെ ശ്രദ്ധ കൊടുക്കാത്ത, നിസ്സാരമെന്ന് കരുതാൻ സാധ്യതയുള്ള ഒരു സെഡേഷൻ മെക്കാനിസം ഉപയോഗിക്കുന്നതിന് വ്യക്തമായ നിർദ്ദേശങ്ങൾ 8 ഒബ്ജക്റ്റീവ് എലമെൻ്റായിട്ട് 8 കമ്മിറ്റ്മെൻ്റ് ആണ് കേട്ടോ. ഇവിടെ കോറില്ല, അച്ചീവ്മെൻ്റ് ഇല്ല, എക്സലൻസ് ഇല്ല. 8 കമ്മിറ്റ്മെൻ്റ് ആയിട്ടുള്ള 8 ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ കൂടെ വിശദീകരിക്കുമ്പോൾ ചെറിയൊരു അധിക ശ്രദ്ധ നമുക്ക് ഈ കാര്യത്തിൽ വേണമെന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് ഒരു കൺസിസ്റ്റൻ്റ് മാനറിൽ ഈ പ്രൊസീജിയറൽ സെഡേഷൻ കൊടുക്കുന്നതിന്, അത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന് ഒരു ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാകണമെന്നും അതിന് പേഷ്യൻറ്റിന് അതിനുള്ള അവയർനെസ് കൊടുത്ത് തന്നെ കൺസേൺ ലെറ്റർ ടീം മെമ്പറോ ഡോക്ടറോ വാങ്ങണമെന്നും, ആരാണ് ആ സെഡേഷൻ പ്രോസസ് ചെയ്യുന്ന, വാങ്ങണമെന്നും, കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കണം ഈ സെഡേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടതെന്നും ഇത് കൃത്യമായി മോണിറ്റർ ചെയ്യണമെന്നും, അങ്ങനെ മോണിറ്റർ ചെയ്യുന്നത് ഒരു ഡിഫറെൻറ്റ് പേഴ്സൺ അതർ ദാൻ ദ പെർഫോംഡ് പേഴ്സൺ അതായിരിക്കണമെന്നും, നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഇൻട്രാ പ്രൊസീജിയർ മോണിറ്ററിങ്ങിൽ സാധാരണ നമ്മുടെ വൈറ്റൽസ് എടുക്കുന്നത് പോലെ തന്നെ നമുക്ക് വൈറ്റൽസ് എടുക്കുന്നതിനും റെക്കോർഡ് ചെയ്യുന്നതിനും കഴിയണമെന്നും, ഹാർട്ട് റേറ്റ് നമുക്ക് മോണിറ്ററിൽ വിസിബിലിറ്റി കിട്ടിയാൽ മതി, അതിലേതെങ്കിലും വിധത്തിൽ വേരിയേഷൻസ് കാര്യമായി ഉണ്ടെങ്കിൽ നമുക്കത് ഡോക്യുമെൻ്റ് ചെയ്താൽ മതി. എന്നാൽ നമുക്ക് ആ ഒരു പേഷ്യൻറ്റിനെ ആ പ്രൊസീജിയറിന് ശേഷം നമുക്ക് ഡിസ്ചാർജ് ചെയ്യുകയോ ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്യുന്നതിന് മുമ്പുള്ള അവരുടെ വെയിറ്റിംഗ് ഏരിയ കൃത്യമായും നിജപ്പെടുത്തപ്പെട്ടിട്ടുള്ളതായിരിക്കണം. അതിന് കൃത്യമായി ക്രൈറ്റീരിയസ് ഉണ്ടായിരിക്കണം. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഡോക്യുമെൻ്റഡ് ആയിരിക്കണം. ഏതെങ്കിലും കാരണവശാൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ സഡേഷൻ്റെ ആവശ്യകത വരികയാണെങ്കിൽ അതിന് ആനുപാതികമായ ഉപകരണ പ്രവൃത്തി പരിചയ മനുഷ്യ സംവിധാനങ്ങൾ അവിടെ ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകത ഇങ്ങനെ പോകുന്ന 8 ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളിൽ കൂടെ ചെറുതായി സംഭവിച്ച് വലിയ പ്രതിസന്ധികളിൽ എത്തിപ്പെടാൻ സാധ്യതയുള്ള ഈ ഒരു പ്രൊസീജിയർ സെഡേഷൻ്റെ ശ്രദ്ധ വയ്ക്കേണ്ടുന്ന, ഒരു സേഫ് മാനറിൽ നടത്താൻ ശ്രദ്ധ വയ്ക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം. COP12.